ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് ആ സ്നേഹത്തിന്റെ ഒരംശം, ഒരിത്തിരി, ഒരു കാൽ ഭാഗം സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അമ്മയോടാവാം, അച്ഛനോടാവാം, കാമുകന്മാരാണെങ്കിൽ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എനിക്ക് സ്നേഹം വേണം, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എന്നെ സ്നേഹിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട ഒന്നാണോ സ്നേഹം? അങ്ങനെ കിട്ടുന്ന സ്നേഹം ഒരു യഥാർത്ഥ സ്നേഹമാണോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് സ്നേഹം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഇവനെ കൊണ്ട് രക്ഷയില്ല പറഞ്ഞിട്ട് സ്നേഹിച്ചേക്കാം എന്ന് കരുതിയിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനം നിങ്ങൾക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതാണോ യഥാർത്ഥ സ്നേഹം? ഞാൻ മനസ്സിലാക്കിയ സ്നേഹം എന്ന് പറഞ്ഞാല് നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും ശരികളും പോരായ്മകളും ഇല്ലായ്മകളും നമ്മളെ മൊത്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമില്ലേ, ആ ഒരു സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് തരുന്ന സ്നേഹമോ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളോ അതൊന്നും യഥാർത്ഥ സ്നേഹമായിട്ട് ഞാൻ കണക്കൂട്ടുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കിട്ടുന്ന ആ ഒരു സ്നേഹം അതൊരു വലിയ സ്നേഹം തന്നെയാണ് കേട്ടോ. അതാണ് ഒരു യഥാർത്ഥ സ്നേഹമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടട്ടെ, നിങ്ങൾ സ്നേഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ, ടാറ്റാ, ബൈ, സീ യു.